അമേരിക്കയിൽ അനേകരെ തന്റെ പ്രവൃത്തിയിലൂടെയും പ്രസംഗത്തിലൂടെയും വിശ്വാസത്തിലേക്ക് നയിച്ച ചാർലി ക്രിക്ക് വെടിയേറ്റു മരിച്ചു. തന്റെ പ്രിയ ഭർത്താവിന്റെ വിയോഗത്തില് അദ്ദേഹത്തിന്റെ കൊലയാളിയോട് ക്ഷമിച്ചുകൊണ്ട് ഭാര്യ എറിക്ക ക്രിക്ക് നടത്തിയ പ്രസംഗം ലോകശ്രദ്ധ നേടി. അനേകരെ വിശ്വാസത്തിലേക്ക് നയിച്ച, അനേകരുടെ കണ്ണു നിറച്ച മനോഹരമായ ഒരു പ്രസംഗം. വിശ്വാസത്തിന്റെ ആ ഏറ്റുപറച്ചിലിനെ മലയാളത്തിൽ അവതരിപ്പിക്കുകയാണ് മാക് TV. ഹലോ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എൻ്റെ ചാർലിയെ ആദരിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ടാകട്ടെ. ഇവിടെ നിന്ന് ഏതാനും മൈൽ അകലെ 2 വർഷം മുമ്പ് 2023 അമേരിക്ക ഫെസ്റ്റിൽ ചാർലി ഞങ്ങളുടെ TPUSA ഫെയ്ത്ത് പരിപാടിയുടെ വേദിയിൽ ഒരു പ്രസംഗം നടത്തി. സാധാരണയായി ചാർലി എഴുതി തയ്യാറാക്കിയല്ല പ്രസംഗിക്കാറുള്ളത്. സ്വാഭാവികമായി സംസാരിക്കാനാണ് ചാർലി ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. അന്നത്തെ പ്രസംഗത്തിനായി ചാർലി തിരഞ്ഞെടുത്തത് തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുക എന്ന വിഷയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വചനങ്ങളിൽ ഒന്നായ ഏശയ്യ 6:8 മുൻനിർത്തിയാണ് അന്ന് സംസാരിച്ചത്. ഇതാ ഞാൻ, എന്നെ അയക്കണമേ. അന്ന് ചാർലിയുടെ പ്രസംഗം തീർന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്റ്റേജിൻ്റെ പുറകിൽ പോയി കണ്ടു പറഞ്ഞു, ചാർലി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ദയവായി എന്നോട് പറയണം. കാരണം ഇന്ന് പറഞ്ഞ ഈ വചനത്തിന് അത്രയും ശക്തിയുണ്ട്. ഇതാ ഞാൻ കർത്താവെ, എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം അത് കേട്ട് ഏറ്റെടുക്കും. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവായ ചാർലിയുടെ ജീവിതത്തിൽ സംഭവിച്ചതു. പതിനൊന്ന് ദിവസം മുമ്പ് അവൻ അന്ന് പ്രസംഗിച്ചതുപോലെ ദൈവം അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സമർപ്പണം സ്വീകരിച്ച് അവനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. ചാർലിക്ക് എപ്പോഴും തൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതായിരുന്നു പ്രധാന കാര്യം. ചാർലി മരണപ്പെട്ടു കഴിഞ്ഞുള്ള ഈ 11 ദിവസങ്ങളിൽ ഏറെ വേദനയുണ്ടായിരുന്നെങ്കിലും അങ്ങയുടെ ഇഷ്ടം നിറവേറണമേ എന്ന കർത്താവിൻ്റെ പ്രവചനത്തിൽ എനിക്ക് വലിയ ആശ്വാസം ലഭിച്ചു. എൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ട ദിവസം മുതൽ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അധികമായി വെളിപ്പെടാൻ തുടങ്ങി. സെപ്റ്റംബർ 10 ഞാൻ ടുയായിഡിയിലെ ആശുപത്രിയിലെത്തിയപ്പോൾ കണ്ടത് ഒരിക്കലും ചിന്തിക്കാത്ത എൻ്റെ ഭർത്താവിൻ്റെ കൊല്ലപ്പെട്ട ശരീരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ അവസാനിപ്പിച്ച ആ മുറിവ് ഞാൻ കണ്ടു. അവിടെ നിന്നപ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത എല്ലാം എനിക്ക് നേരിടേണ്ടി വന്നു. അതിൽ അതിശയവും ഭീതിയും ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അത്രയും ഹൃദയവേദനയും ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. മരണത്തിലും എൻ്റെ ഏറെ പ്രിയപ്പെട്ട മനുഷ്യനെ ഞാൻ വീണ്ടും കണ്ടു. അദ്ദേഹത്തിൻ്റെ തലയിൽ നരച്ചൊരു മുടിയുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും അദ്ദേഹത്തോടത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, ക്ഷമിക്കണം ചാർലി. അന്ന് അങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ ചെറിയൊരു പുഞ്ചിരിയും ഞാൻ കണ്ടിരുന്നു. അതിലൂടെ ദൈവം തന്ന ഒരു വലിയ കരുണ എനിക്ക് വെളിപ്പെട്ടു.
ഡോക്ടർ അന്ന് എന്നോട് പറഞ്ഞു, ചാർലിയുടെയും മരണം വളരെ പെട്ടെന്ന് സംഭവിച്ചതാണ്. ഓപ്പറേഷൻ റൂമിൽ താൻ ഉണ്ടായിരുന്നാലും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഭയവുമില്ല, യാതൊരു പീഡയുമില്ല. ചാർലിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ക്യാമ്പസിൽ കുട്ടികളോട് സംസാരിക്കുന്നതും വാദപ്രതിവാദം നടത്തുന്നതുമായിരുന്നു. സുവിശേഷത്തിനും സത്യത്തിനും വേണ്ടി യുദ്ധം ചെയ്യുകയായിരുന്നു. വലിയൊരു ജനക്കൂട്ടത്തിന് മുൻപിൽ അടുത്ത നിമിഷം അദ്ദേഹം കണ്ണടച്ചു. വീണ്ടും തുറന്നപ്പോൾ സ്വർഗത്തിൽ അവന്റെ രക്ഷിതാവിനെ കണ്ടു. സ്വർഗത്തിലെ എല്ലാ രഹസ്യങ്ങളും അവന് വെളിപ്പെട്ടു. ദൈവത്തിന്റെ സ്നേഹം എനിക്ക് വെളിപ്പെട്ടുകൊണ്ടിരുന്നു. അടുത്ത ദിവസം ടാർമാർക്കിൽ എയർഫോഴ്സ് 2-ൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെയിംസ് ഡേവിഡ് വാൻസിന്റെ ഭാര്യ ഉഷ വാൻസിനെ ഞാൻ കണ്ടു. അവളുടെ കൈ പിടിച്ച് ആത്മാർത്ഥമായി ഞാൻ പറഞ്ഞു, എനിക്കിതെങ്ങനെ സഹിക്കാനാകുമെന്ന് അറിയില്ല. അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു. നീ കുട്ടികളുമായി വിമാനയാത്ര നടത്തിയ ആ ദിവസം അവസാന 15 മിനിറ്റിൽ അവസ്ഥ വഷളാകുന്നത് പോലെ എനിക്ക് തോന്നി. കുഞ്ഞുങ്ങൾ കരഞ്ഞ്, കുട്ടികൾ സഹകരിക്കാതെ, കലഹം നിറഞ്ഞ അവസ്ഥ. ഈ ഫ്ലൈറ്റ് ഇറക്കാൻ കഴിയുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു. പക്ഷേ ആ 15 മിനിറ്റ് നീ അതിജീവിച്ചു. പിന്നീട് അടുത്ത 15 മിനിറ്റും പിന്നിട്ടു. അവൾ പറഞ്ഞത് ആ നിമിഷത്തിൽ എനിക്ക് കേൾക്കേണ്ടിയിരുന്ന വാക്കുകളായിരുന്നു. ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഈ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ എനിക്ക് വെളിപ്പെടുന്നുണ്ടായിരുന്നു. ചാർലിയുടെ കൊലപാതകത്തിന് ശേഷം ഇവിടെ അക്രമമോ കലാപമോ കണ്ടില്ല. അതിനു പകരം എന്റെ ഭർത്താവ് എന്നും ആഗ്രഹിച്ചിരുന്ന പുനരുജ്ജീവനം കണ്ടു. ജനങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ബൈബിൾ തുറന്നു. കുട്ടിക്കാലത്തിന് ശേഷം ആദ്യമായി പ്രാർത്ഥിച്ചു. ചിലർ ജീവിതത്തിൽ ആദ്യമായി ദേവാലയത്തിൽ പോയി. ചാർലി പതിവായി തന്റെ ജേണൽ എഴുതുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ എഴുതി: നീ എടുക്കുന്ന ഓരോ തീരുമാനവും നിന്റെ ആത്മാവിൽ ഒരടയാളം രേഖപ്പെടുത്തും. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ആ തീരുമാനമെടുത്തെങ്കിൽ പുതുതായി ദൈവത്തിലേക്കുള്ള തീരുമാനമെടുത്തവർക്ക് ഞാൻ പറയുന്നു സ്വാഗതവും ഒപ്പം നന്ദിയും. ആ തീരുമാനം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുമെന്ന് ഒരിക്കൽ നിങ്ങൾ തിരിച്ചറിയും. കാരണം ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം. വിശ്വാസികളായ എല്ലാവരും ഇപ്പോൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരെ നയിക്കുക. അത് നിസ്സാരമായി എടുക്കരുത്.
അവരുടെ വിശ്വാസത്തിന്റെ വിത്തിനെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുക. ചാർലി എന്നും ഓഫീസിലേക്ക് വേഗം എത്തുമായിരുന്നു. എന്നിട്ട് അവൻ്റെ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റിലൂടെ കടന്നു പോകും. അതിൽ നിങ്ങളിൽ പലരുമുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹം എന്നും ഓരോ ദൈവവചനം എല്ലാവർക്കും അയക്കും. അവനറിയാമായിരുന്നു വിശ്വാസം ഒരു ശീലമാണെന്ന്. എത്രത്തോളം അതിൽ ജീവിക്കുന്നുവോ അത് അത്രത്തോളം വളരും. പക്ഷേ ഇതുകൂടി അറിയുക, വിശ്വാസം എന്ന വിത്ത് നട്ടതേയുള്ളൂ. ഈ സമയത്ത് ശത്രു നിന്നെ പരീക്ഷിക്കാം. ദൈവം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ തന്നെ കയ്യൊപ്പ് വീണ്ടും വീണ്ടും ഈശോയുടെ ദിശയിൽ വെക്കണം. വീണ്ടും പ്രാർത്ഥിക്കുക. വീണ്ടും ബൈബിൾ വായിക്കുക. ഓരോ ഞായറാഴ്ചയും ദേവാലയത്തിൽ പോകുക. ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളിൽ നിന്നും വിലങ്ങുകളിൽ നിന്നും മാറി നിൽക്കാം. ഈശോയെ അനുഗമിക്കുന്നത് എളുപ്പമല്ല. അത് എളുപ്പമാകേണ്ടതുമല്ല. ഈശോ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ കുരിശുമെടുത്ത് എന്നെ പിന്തുടരട്ടെ. അവൻ പറഞ്ഞു, അവൻ ക്രൂശിക്കപ്പെട്ടു, നിങ്ങളും ക്രൂശിക്കപ്പെടും. ചാർലി അത് അറിഞ്ഞിരുന്നു. അദ്ദേഹം സന്തോഷത്തോടെ അവൻ്റെ കുരിശെടുത്തു, അവസാനം വരെ. നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടിയാണ് ചാർലി ഒരുപാട് നേരത്തെയാണ് മരിച്ചത്. അവൻ എപ്പോഴും മരിക്കാൻ തയ്യാറായിരുന്നു. അവനൊന്നും ചെയ്യാൻ ബാക്കിയില്ലായിരുന്നു. മാറ്റിവെക്കാൻ ഒന്നുമില്ലായിരുന്നു. എത്ര ബുദ്ധിമുട്ടുള്ളതായി അവനൊന്നുമില്ല. വേദനാജനകമായതായി ഒന്നുമില്ല. ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്നവൻ ഒന്നിനെക്കുറിച്ചും പറഞ്ഞിരുന്നില്ല. കുറ്റബോധമില്ലാതെ അവൻ ഈ ലോകത്തു നിന്ന് പോയി. അവൻ എല്ലാ ദിവസവും അവൻ്റെ 100% ചെയ്തു. പക്ഷേ എനിക്ക് ചിലത് പറയാനുണ്ട്. ചാർലി മരിച്ചത് പൂർത്തിയാക്കാത്ത ചില ജോലികൾ ബാക്കി വെച്ചാണ്. പക്ഷേ ഇടപാടുകൾ ബാക്കി വെച്ചല്ല. പക്ഷെ ഞാൻ ചാർലിയെ മിസ് ചെയ്യും. ഞാൻ അവനെ ഒരുപാട് മിസ് ചെയ്യും. കാരണം ഞങ്ങളുടെ വിവാഹ ജീവിതവും കുടുംബവും ഏറ്റവും മനോഹരമായിരുന്നു. അതിപ്പോഴുമുണ്ട്. ചാർലിയുടെ ജീവിതത്തിലെ മഹത്തായ ദൗത്യം അമേരിക്കൻ കുടുംബത്തെ പുനർജീവിപ്പിക്കുക എന്നതായിരുന്നു. അദ്ദേഹം എപ്പോഴും യുവാക്കളോട് പറഞ്ഞിരുന്നത്, ദൈവത്തിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ദർശനം നിങ്ങൾ അനുഭവിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയും സമൃദ്ധമാക്കും. എപ്പോഴും ചിലർ എന്നോട് ചോദിക്കും, എങ്ങനെയാണ് ഞാനും ചാർലിയും ഇത്ര മനോഹരമായ വിവാഹ ജീവിതം നയിക്കുന്നത്? കാരണം ചാർലി എപ്പോഴും തിരക്കിട്ട യാത്രകളിലാണല്ലോ. ഞങ്ങളുടെ വിവാഹ ജീവിതത്തിലെ ഒരു ചെറിയ രഹസ്യം, അത് സ്നേഹക്കുറിപ്പുകളാണ്. എല്ലാ ശനിയാഴ്ചയും അദ്ദേഹം എനിക്ക് സ്നേഹക്കുറിപ്പ് എഴുതുമായിരുന്നു. ഒരിക്കലും അതിന് മുടക്കം വരുത്തിയിട്ടില്ല. ഓരോ സ്നേഹക്കുറിപ്പിലും എല്ലായ്പ്പോഴും ചോദിക്കും, ഈ ആഴ്ചയിലെ എൻ്റെ ഏറ്റവും നല്ല കാര്യം എന്താണ്? ഞാൻ എത്രത്തോളം നല്ലൊരു ഭർത്താവും നമ്മുടെ മക്കൾക്ക് എത്ര നല്ല അച്ഛനുമാണ്. അവസാനം ഏറ്റവും മനോഹരമായ ഒരു ചോദ്യത്തോടെയാണ് അവസാനിപ്പിക്കുക. ഭർത്താവായി ഞാൻ നിന്നെ എങ്ങനെ മികച്ച രീതിയിൽ സേവിക്കാമെന്ന് ദയവായി പറയൂ. ഒരു ക്രൈസ്തവനായ ഭർത്താവിന് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തം എന്താണ് എന്ന് ചാർലിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ഒരു പുരുഷന് നയിക്കാൻ സാധിക്കും, അതുകൊണ്ട് തന്നെ സേവിക്കാനും സാധിക്കണം.
ലോകം മുഴുവൻ ഇത് കാണുന്ന പുരുഷന്മാരോട് ഞാൻ പറയുന്നു, ചാർലിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുക, എന്നിട്ട് യഥാർത്ഥ പുരുഷത്വം സ്വീകരിക്കുക. കുടുംബത്തിനായി ശക്തനും ധീരനുമാകുക. ഭാര്യയെ സ്നേഹിക്കുകയും മുൻപോട്ട് നയിക്കുകയും ചെയ്യുക. മക്കളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിന്റെ ആത്മീയ തലവനായി നിലകൊള്ളുക. പക്ഷേ ദയവായി നിങ്ങളുടെ ഭാര്യയെ അനുഗമിക്കുന്ന ഒരു നേതാവാകുക. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വേലക്കാരിയല്ല. അവൾ നിന്റെ തൊഴിലാളിയല്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ അടിമയല്ല. അവൾ നിന്റെ സഹായിയാണ്. നിങ്ങൾ എതിരാളികളല്ല. നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശരീരമാണ്. ഞാൻ ചാർലിയുടെ ആത്മവിശ്വാസമായിരുന്നു. ഞാൻ അവൻ്റെ നിലവറയായിരുന്നു. അവൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തതയുള്ള ഉപദേശിയും അവൻ്റെ നല്ല സുഹൃത്തുമായിരുന്നു. ഞാൻ അവനിലേക്കൊഴുകി അവനെ വളരെയധികം സ്നേഹിച്ച് അവനെ അധികാരപ്പെടുത്തി. കാരണം അവൻ്റെ സ്നേഹം എന്നെ നല്ല ഭാര്യയാക്കി മാറ്റി. എല്ലാ ദിവസവും അവൻ എന്നെ ആദരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവിനായി ദൈവം തിരഞ്ഞെടുത്ത ഭാര്യയായിരിക്കണേ ഞാൻ. സ്ത്രീകളെ, നിങ്ങൾക്ക് ഞാനൊരു വെല്ലുവിളി നൽകുന്നു. സദ്ഗുണമുള്ളവരായിരിക്കുക. നമ്മുടെ ശക്തി നമ്മുടെ റോളിനായുള്ള ദൈവത്തിന്റെ രൂപകൽപ്പന കണ്ടെത്തലാണ്. നമ്മളാണ് കാവൽക്കാർ. നമ്മളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടവർ. നമ്മൾ സംരക്ഷകനാണ്. നിങ്ങളുടെ ഹൃദയം കാത്തു സൂക്ഷിക്കുക. നിങ്ങളിൽ നിന്ന് വരുന്നതൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ്. നിങ്ങളൊരു അമ്മയാണെങ്കിൽ ഓർക്കുക, ഏറ്റവും ആദ്യത്തതും പ്രധാനപ്പെട്ടതുമായ ശുശ്രൂഷയാണ് മാതൃത്വം. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾ ചാർലിയാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുമ്പോഴൊക്കെ ഞങ്ങളും പോകും. പക്ഷേ ഞാൻ എപ്പോഴും ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമുണ്ട്. ജോലി കഴിഞ്ഞ് ചാർലി വീട്ടിലെത്തിയാൽ ഞങ്ങളുടെ വീട് അദ്ദേഹത്തിന് ലോകത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന ഏറ്റവും പവിത്രമായ സ്ഥലമായിരിക്കും. അദ്ദേഹം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിനോ ദൂരെയായിരിക്കുന്നതിനോ വീട്ടിൽ താമസിക്കാത്തതിനെയോ ഓർത്ത് കുറ്റബോധമുണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. ഈ വീട് നിനക്ക് വേണ്ടിയാണ്. ഇവിടം നിനക്ക് വേണ്ടി തയ്യാറാണ്. അവൻ വഴിയിലെത്തുമ്പോൾ തന്നെ അവന് വേണ്ടുന്ന പോലെ ഞാൻ ആ വീട് സജ്ജമാക്കും. ഞങ്ങൾക്കിടയിൽ മാർക്കിടലുകളില്ല. ഞങ്ങളായിരുന്നു ടീം. ഒരുമിച്ച് ജോലി ചെയ്ത് ഒരേ കാര്യത്തിനു വേണ്ടിയായിരുന്നു. ചാർലിക്കും ദൈവം അവനു വേണ്ടി ഒരുക്കുന്ന ജോലിക്കുമിടയിൽ നിൽക്കുന്ന ആളാവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. എനിക്കറിയാമായിരുന്നു ചാർലി എപ്പോഴും ഇതേ കാര്യത്തിന് എന്നെ സഹായിക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന്. ചാർലിയുമായുള്ള വിവാഹമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ കാര്യം. എനിക്കറിയാം അവൻ്റെ ജീവിതത്തിലെയും ഏറ്റവും മനോഹരമായ കാര്യം ഇത് തന്നെയായിരിക്കും. എല്ലാവരും ഇതിൻ്റെ ആനന്ദം അനുഭവിക്കണമെന്ന് അവന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. വരും വർഷങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് കഴിയും. എന്നാൽ എല്ലാത്തിലും ഉപരി ചാർലിയുടെ ദൗത്യം വിവാഹിതരല്ലാത്തവരെ നേരിട്ട് ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. അദ്ദേഹം തന്റെ സംഘടനയ്ക്ക് നല്ല പേര് നൽകി. അമേരിക്കയിലും പ്രത്യേകിച്ച് യുവാക്കളുടെ കാര്യങ്ങൾ ശരിയല്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവർക്കൊരു പുതിയ ദിശാബോധം ആവശ്യമാണ്. പടിഞ്ഞാറൻ നാടോടി ആൺകുട്ടികളെ സഹായിക്കാനും അവരെ സംരക്ഷിക്കാനുമായി ചാർലി ആവേശത്തോടെ ആഗ്രഹിച്ചു. ദിശയില്ല, ലക്ഷ്യമില്ല, വിശ്വാസമില്ല
ജീവിക്കാൻ ഒരു കാരണവുമില്ല എന്ന് തോന്നുന്ന യുവാവ്. ശ്രദ്ധാശൈലിത്യങ്ങളിൽ ജീവിതം പാഴാക്കുന്ന പുരുഷന്മാർ, നീരസം, കോപം, വെറുപ്പ് എന്നിവയാൽ വലയുന്ന പുരുഷന്മാർ. ചാർലി അവരെ സഹായിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ടേണിംഗ് പോയിന്റ് USA-യിൽ അവർക്കൊരു വീട് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ക്യാമ്പസിൽ എത്തിയപ്പോൾ അവർക്കൊരു മികച്ച വഴി കാണിക്കാനും ഒരു മികച്ച ജീവിതം നൽകാനും അദ്ദേഹം ശ്രമിച്ചു. അതവരെ കാണിക്കാൻ അവൻ ആഗ്രഹിച്ചു. എന്റെ ഭർത്താവ് ചാർലി. അവൻ തന്റെ ജീവനെടുത്ത ആ യുവാവിനെ പോലുള്ള യുവാക്കളെ രക്ഷിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. ആ യുവാവ് ക്രൂശിൽ നമ്മുടെ രക്ഷകൻ പറഞ്ഞതുപോലെ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആ മനുഷ്യനെ ഞാൻ അവനോട് ക്ഷമിക്കുന്നു. കാരണം അതാണ് ഈശോ ചെയ്തതും, അതാണ് ചാർലി ചെയ്യുമായിരുന്നതും. വൈര്യത്തിനുത്തരമായി വൈര്യമല്ല, സുവിശേഷത്തിൽ നിന്ന് നമുക്കറിയാവുന്ന ഉത്തരമാണ് സ്നേഹം. എപ്പോഴും സ്നേഹം, നമ്മുടെ ശത്രുക്കളോടുള്ള സ്നേഹം, നമ്മളെ ഉപദ്രവിക്കുന്നവരോടുള്ള സ്നേഹം. ലോകത്തിന് ടേണിംഗ് പോയിന്റ് USA ആവശ്യമുണ്ട്. ഇത് യുവാക്കളെ പാപത്തിന്റെയും നിരാശയുടെയും വഴികളിൽ നിന്ന് മാറ്റി നിർത്തും. ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും നരകത്തിൽ നിന്ന് മനുഷ്യരെ അകലത്തിലേക്ക് നയിക്കാൻ അതിനർത്ഥവത്തായ ഒന്നായി മാറും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജോലിയുടെ ഓരോ ഭാഗവും കൂടുതൽ വലുതായി തീരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ടേണിംഗ് പോയിന്റ് USA-യുടെ പുതിയ CEO ആകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. ഞാൻ ഇത് നിസ്സാരമായി എടുക്കില്ല. ഞാനും ചാർലിയും ഒരുമിച്ച് ഇത് ചെയ്യും. അവന്റെ അഭിനിവേശം എന്റേതുമാണ്. അതുകൊണ്ട് അവന്റെ ലക്ഷ്യം എന്റെയും ലക്ഷ്യമാണ്. ചാർലിയുടെ ദർശനത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയുമാണ് ടേണിംഗ് പോയിന്റ് USA വളർന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ 10 മടങ്ങ് ശക്തിയിൽ ഇത് വളരും. പുതിയ അധ്യായങ്ങളും പുതിയ ആളുകളും അതിലുണ്ടാകും. TPUSA ഫെയ്ത്തിൽ 1000 ശുശ്രൂഷകരും സഭകളും ഉണ്ടാകും. ക്യാമ്പസ് പരിപാടികളും തുടരും. സംവാദങ്ങളും വാദപ്രതിവാദവും തുടരും. നമ്മുടെ ഭരണഘടനയുടെ ആദ്യ ഭേദഗതി ഏറ്റവും മാനുഷികമായ ഭേദഗതിയാണ്. നമ്മൾ സ്വാഭാവികമായും സംസാരിക്കുന്ന ജീവികളാണ്, സ്വാഭാവികമായും വിശ്വസിക്കുന്ന ജീവികളാണ്.
ഒന്നാം ഭേദഗതി രണ്ടും ചെയ്യാനുള്ള നമ്മുടെ അവകാശത്തെ സംരക്ഷിക്കുന്നു. ഈ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുന്നതിൽ നിന്ന് ഒരു കൊലയാളിയും ഒരിക്കലും നമ്മളെ തടയില്ല. കാരണം നിങ്ങൾ സംഭാഷണം നിർത്തുമ്പോൾ അക്രമം ആരംഭിക്കും. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ എൻ്റെ മുൻപിൽ തൂക്കിയിട്ടിരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ ഈ മനോഹരമായ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നു, 13 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് 18 വയസ്സുള്ളപ്പോൾ ഒരു പൈസ പോലും ഇല്ലാതെ ഒരാളെയും അറിയാതെ RNCയുടെ ഹോളുകളിൽ ഓടിക്കൊണ്ടിരുന്ന യുവാവായിരുന്നു ചാർലി. ആളുകൾ പറഞ്ഞു, അവൻ എന്താണ് ചെയ്തതെന്ന് അറിയില്ല, പക്ഷേ അവൻ അറിഞ്ഞിരുന്നു. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അവൻ ലോകത്തെ മാറ്റുമെന്ന് അറിഞ്ഞിരുന്നു. അവനത് ചെയ്യുകയും ചെയ്തു. ചാർലിയുടെ ജീവിതം ഈ രാജ്യത്തിനൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കുന്നു. അതൊരു അത്ഭുതവുമായിരിക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിലും ടേണിംഗ് പോയിന്റ് ആകും. പ്രാർത്ഥന തിരഞ്ഞെടുക്കൂ, ധൈര്യം തിരഞ്ഞെടുക്കൂ, സൗന്ദര്യം തിരഞ്ഞെടുക്കൂ, സാഹസികത തിരഞ്ഞെടുക്കൂ, കുടുംബം തിരഞ്ഞെടുക്കൂ, വിശ്വാസ ജീവിതം തിരഞ്ഞെടുക്കൂ. ഏറ്റവും പ്രധാനമായി ഈശോയെ തിരഞ്ഞെടുക്കൂ. ചാർലി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ അഭിമാനമുള്ളവനാക്കും. ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ.